കൊടുവള്ളിയിലെ സംഘവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു. ഒരു ക്രൈം ത്രില്ലർ സിനിമയെ പോലെയാണ് അതിനകത്ത് നിന്ന് വരുന്ന വിവരങ്ങൾ, അല്ലെങ്കിൽ അന്വേഷണ സംഘം നൽകുന്ന കാര്യങ്ങൾ. അതിലെ പ്രധാനികൾ ആരൊക്കെയാണ്, അവരെന്തൊക്കെ റോളാണ് ഇപ്പോൾ അതിനകത്ത് വഹിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തായിരുന്നു അവരുടെ റോൾ, അവരെങ്ങനെയാണ് ഇടപെട്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി ഇപ്പോൾ അന്വേഷണ സംഘം മാധ്യമങ്ങൾക്ക് അതിൻ്റെ വിവരങ്ങൾ നൽകുന്നുണ്ട്. അഭിലാഷ്, ഈ ഇതുവരെയുള്ള കഥയെ മുൻനിർത്തി എന്തൊക്കെ വിവരങ്ങൾ അതിനകത്ത് നിന്ന് മനസ്സിലാക്കിയെടുത്തിട്ടുണ്ട് അന്വേഷണ സംഘം? ഒരു പുതിയ കഥാപാത്രമുണ്ട് നിഷാദ്. അദ്ദേഹമാണ് സുഫിയാൻ. സുഫിയാനാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ സൂത്രധാരൻ എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത്. അദ്ദേഹം കീഴടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഈ കൊടുവള്ളി സംഘത്തിലെ പ്രധാനിയാണ്. കൊടുവള്ളി സംഘം സുഫിയാൻ, ഫിജാസ്, ഷിഹാബ്, ഇവരാണ് കൊടുവള്ളി സംഘം എന്നറിയപ്പെടുന്ന ടീം. ഈ സുഫിയാൻ ഈ കൊടുവള്ളി സംഘത്തിലെ അതിൻ്റെ ലീഡർ. കണ്ണൂരുകാർക്ക് എങ്ങനെയാണോ ആയെങ്കിൽ അതുപോലെ തന്നെയാണ് കൊടുവള്ളി സംഘത്തിന് സുഫിയാൻ. ഈ സുഫിയാനാണ് ഇന്നിപ്പോൾ പിടിയിലായിരിക്കുന്നത്. പിന്നെ സുഫിയാൻ്റെ വിശേഷം, ഇദ്ദേഹമാണ് രാമനാട്ടുകര കവർച്ച ആസൂത്രണം ചെയ്തത്. അതായത് അവിടെ നിന്ന് കാരിയർ കൊണ്ടുവരുന്ന സംഗതി ഇവിടെ നിന്ന് അടിച്ചുകൊണ്ട് പോകണം എന്ന നിലയിൽ കൊടുവള്ളി സംഘത്തിൻ്റെ കവർച്ചാശ്രമം ആസൂത്രണം ചെയ്യുന്നത് ഈ സുഫിയാനാണ്. ഇദ്ദേഹം 21-ന് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അതായത് ഈ സംഭവം നടന്ന ദിവസം മുമ്പ് സ്വർണം കടത്തിയതിൻ്റെ പേരിൽ കേസ് ഉള്ള ആളാണ് സുഫിയാൻ കൊടുവള്ളി കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കടത്ത് നടത്തുന്ന ആളാണ്. കൊഫേപോസ നിയമപ്രകാരം അദ്ദേഹം കരുതൽ തടങ്കലിൽ ഇരുന്നിട്ടുള്ള ആളാണ്. കൊഫേപോസ കേസ് പ്രതിയാണ്. യാത്രാവിലക്ക് നേരിടുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ കുപ്രസിദ്ധനായ ഒരു കുറ്റവാളിയാണ് ഈ സുഫിയാൻ. കൊണ്ടോട്ടി പോലീസാണ് സുഫിയാനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. സ്വർണ്ണക്കള്ളക്കടത്തിലെ ഈ നമ്മളിപ്പോൾ കാണുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ ഒരു പ്രധാനപ്പെട്ട ലിങ്കാണ്. അപ്പോൾ നമ്മൾ കൊടുവള്ളി സംഘത്തിലെ രണ്ടാമൻ ഫിജാസ് സുഫിയാൻ്റെ സഹോദരനാണ് എന്നൊരു വിശേഷം കൂടിയുണ്ട് കള്ളക്കടത്ത് സംഘത്തെക്കുറിച്ച് പറയുമ്പോൾ. ചെർപ്പുളശ്ശേരി കൊടുവള്ളി സംഘത്തിലെ പ്രധാനപ്പെട്ട കണ്ണിയാണ് ഫിജാസ്. കൊടുവള്ളി സംഘത്തിന് വേണ്ടിയിട്ടാണ് ചെർപ്പുളശ്ശേരി സംഘം എത്തിയത്. ചെർപ്പുളശ്ശേരി സംഘം എത്തിയത് ഈ കണ്ണൂർ സംഘത്തെ, ആയങ്കി സംഘത്തെ അടിക്കാനാണ്. സ്വർണ്ണക്കള്ളക്കടത്തിനെ പൊട്ടിക്കൽ ടീമാണ് കണ്ണൂരിലെ അർജുൻ ആയങ്കിയുടെ സംഘം. അപ്പോൾ അവരെ നേരിടാൻ വേണ്ടിയിട്ടാണ് ചെർപ്പുളശ്ശേരിയിൽ നിന്ന് ഒരു സംഘം എത്തിയത്. അത് കൊടുവള്ളി സംഘത്തിൻ്റെ താല്പര്യപ്രകാരമാണ്. കൊടുവള്ളി സംഘത്തിൽ നിന്ന് 50 തവണ പൊട്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അത്ര ഈ ആയങ്കി. അതുകൊണ്ടാണ് ഈ ആളുകൾ ഒരു സംഘമായി രണ്ട് ഗ്രൂപ്പായി ഈ ആയങ്കി ടീമിനെ പിടിക്കാൻ വരുന്നത്. അങ്ങനെയാണ് അവിടെ ദൗർഭാഗ്യകരമായ ഒരു അപകടവും ഉണ്ടാവുന്നത്. ഷിഹാബ് ഈ സംഘത്തിലെ മൂന്നാമൻ, സ്വർണ്ണക്കടത്ത്, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ കേസുകളിലൊക്കെ പ്രതിയായിട്ടുള്ള ഒരാളാണ്. ഷിഹാബും എങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്. ഇതാണ് ഈ കൊടുവള്ളി സംഘത്തെ സംബന്ധിച്ച, കൊടുവള്ളി കള്ളക്കടത്ത് സംഘത്തെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ. ഇവരൊക്കെയാണ് കൊടുവള്ളി സംഘത്തിൻ്റെ ആളുകൾ. യെസ്, കൊടുവള്ളി സംഘവുമായി ബന്ധപ്പെട്ട് പോലീസ് അല്ലെങ്കിൽ അന്വേഷണ സംഘം, കസ്റ്റംസ് നമുക്ക് പുറത്തു തരുന്ന വിവരങ്ങളാണ് ഇതൊക്കെ. കൂടുതൽ വിവരങ്ങൾ ഇതിനകത്തുനിന്ന് വരാനുണ്ട് എന്ന് സ്വാഭാവികമായും വിചാരിക്കണം.